നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. 2022ഓടെ എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന. പ്രധാനമന്ത്രി ആവാസ് യോജനയിലെ ഒരു പ്രധാന പദ്ധതിയാണ് ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീം. ഈ സ്കീം നടപ്പിലാക്കുന്ന ഒരു നോഡൽ ഏജൻസിയാണ് ഹഡ്കോ. ഹഡ്കോയുടെ ഡെപ്യൂട്ടി ജനറൽ മാനേജറായ ശ്രീ ജോൺ ജോസഫ് വടശ്ശേരി സാറാണ് ഇന്ന് നമ്മുടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി ആവാസ് യോജന അത് നടപ്പിലാക്കുന്നത് ഒരു പ്രധാന നോഡൽ ഏജൻസിയാണല്ലോ. അതിലെ ഒരു പ്രധാന പദ്ധതിയായ CLSS നടപ്പിലാക്കുന്ന പ്രധാന നോഡൽ ഏജൻസിയാണ് ഹഡ്കോ. അപ്പോൾ ഈ പദ്ധതിയെക്കുറിച്ചും ഹഡ്കോ ലോണിനെ കുറിച്ചും ഒക്കെ ഒന്ന് പറയാമോ? ഈ പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന എന്ന് പറയുന്ന പദ്ധതി 2020 അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം തികയുന്ന സമയത്ത് ഇന്ത്യയിൽ എല്ലാ ഭവനം എന്ന ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കിയിരിക്കുന്ന പദ്ധതിയാണ്. ഈ പദ്ധതിയിൽ 4 ഘടകങ്ങളുണ്ട്. എന്തിനാണ് ഈ 4 ഘടകങ്ങൾ എന്ന് വെച്ചാൽ, ഈ ഭവനമില്ലാത്ത വ്യക്തികൾ പലവിധ സാമൂഹിക സാമ്പത്തിക അവസ്ഥയിലുള്ള ജനങ്ങളായിരിക്കാം. ഉദാഹരണത്തിന് ചിലർ ചേരിയിൽ താമസിക്കുന്ന ജനങ്ങളായിരിക്കാം, ചിലർക്ക് സ്വന്തമായി സ്ഥലമുണ്ടാകാം എങ്കിൽ വീടുണ്ടായിരിക്കില്ല, കുടിലായിരിക്കാം അവർ ഇപ്പോൾ താമസിക്കുന്നത്, ചിലർ വാടകയ്ക്ക് താമസിക്കുന്നവരായിരിക്കാം, ചിലവർക്ക് സ്ഥിര വരുമാനമുള്ള വ്യക്തികളായിരിക്കാം, ചിലർക്ക് സ്ഥിര വരുമാനമില്ലാത്ത വ്യക്തികളായിരിക്കാം. അപ്പോൾ അങ്ങനെ പല വിധത്തിലുള്ള ജനങ്ങളെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ 4 ഘടകങ്ങൾ ഈ പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ 4 ഘടകങ്ങളിലും ക്രെഡിറ്റ് ലിങ്ക് സബ്സിഡി സ്കീം അതാണ് ഹഡ്കോ നടപ്പിലാക്കുന്നത് അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. ഈ 4 ഘടകങ്ങളെ കുറിച്ച് ആദ്യം ഞാനൊന്ന് പറയാം. ഒന്ന്, ആദ്യത്തെ ഘടകമായിട്ട് ഉള്ളത് ഇൻസിറ്റു സ്ലം റീഹാബിലിറ്റേഷൻ എന്ന് പറയും. അതായത് യഥാസ്ഥാന സ്ലം വികസനം. അതിന്റെ പേരിൽ നിന്ന് തന്നെ അതറിയാം, ഇത് ചേരിയുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ്. ചേരിയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയിലുള്ള ജനങ്ങൾക്ക് ഈ ഭവന നിർമ്മാണം അത് മിക്കവാറും അർബൻ ലോക്കൽ ബോഡിയോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ സ്റ്റേറ്റ് ഗവൺമെന്റ് മുഖേനയായിരിക്കും ഇത് ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഒരു ഫാമിലിക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് 1 ലക്ഷം രൂപയുടെ സബ്സിഡി ലഭ്യമാക്കുന്നതാണ്. രണ്ടാമതായിട്ടുള്ള പദ്ധതിയാണ് ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീം. അതായത് ഭവന വായ്പയിൽ മേലുള്ള സബ്സിഡി. ഈ പദ്ധതി മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് സ്ഥിര വരുമാനമുള്ള ഗുണഭോക്താവും ഹൗസിംഗ് ലോൺ എടുക്കാൻ കഴിവുള്ള ഗുണഭോക്താവും ഹൗസിംഗ് ലോൺ എടുത്താൽ അത് തിരിച്ചടയ്ക്കാൻ സ്ഥിര വരുമാനമുള്ള ഒരു ഗുണഭോക്താക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ബാങ്കുകൾ മുഖേനയാണ്. ബാങ്കുകളും ഹൗസിംഗ് ഫൈനാൻസ് കമ്പനികളും മുഖേനയാണ്. ഇതിന് എലിജിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി, ഒരു ഗുണഭോക്താവ് ബാങ്കിൽ നിന്നോ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ ഹൗസിംഗ് ലോൺ എടുക്കുകയും ആ ഹൗസിംഗ് ലോണിന്മേൽ 6% ഇൻട്രസ്റ്റ് സബ്സിഡി ലഭിക്കുന്നതുമാണ് ഈ പദ്ധതി. അതായത് സാധാരണ ഒരു ഹൗസിംഗ് ലോൺ എടുക്കുന്നത് പോലെ തന്നെയായിരിക്കും ഇതിന്റെ പ്രൊസീജിയർ എല്ലാം. അപ്പോ 6 ലക്ഷം വരെയുള്ള ഹൗസിംഗ് ലോണിന് 6% ഇൻട്രസ്റ്റ് സബ്സിഡി ലഭിക്കും. പക്ഷെ ഒരു വ്യക്തിക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ 6 ലക്ഷത്തിൽ കൂടുതൽ ലോൺ എടുക്കാവുന്നതാണ്. 8 ലക്ഷമോ 10 ലക്ഷമോ എടുക്കാം. പക്ഷെ ഇൻട്രസ്റ്റ് സബ്സിഡി 6 ലക്ഷത്തിന് മാത്രമേ ലഭിക്കുകയുള്ളൂ. ബാക്കിയുള്ള എമൗണ്ട് ഇപ്പോൾ 8 ലക്ഷം എടുക്കുകയാണെങ്കിൽ 6 ലക്ഷം കഴിഞ്ഞ് ബാക്കി വരുന്ന 2 ലക്ഷം രൂപ നോർമൽ ഇൻട്രസ്റ്റിൽ അടയ്ക്കേണ്ടതായിട്ട് വരും. അത് എത്രയാണ് അതിന്റെ കാലാവധി, അതൊന്ന് പറയാമോ? ഈ ഹൗസിംഗ് ലോണിന്റെ കാലാവധി 15 വർഷമാണ്. 15 വർഷത്തെ കാലാവധിയിലാണ് ഈ ഹൗസിംഗ് ലോൺ കൊടുക്കുന്നത്. അപ്പോൾ ഈ 6 ലക്ഷം രൂപയിൽ മേലുള്ള 6% സബ്സിഡി നേരത്തെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് 2,20,000 രൂപയോളം വരും ഒരു 6 ലക്ഷത്തിന്റെ ഹൗസിംഗ് ലോണിന്. ഈ 2,20,000 രൂപ ആദ്യമേ തന്നെ ഈ ഗുണഭോക്താവിന്റെ ലോൺ അക്കൗണ്ടിലോട്ട് ഈ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 6 ലക്ഷം ലോൺ എടുക്കുന്ന ഒരു വ്യക്തി ഈ 2,20,000 രൂപ സബ്സിഡി കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി 3,80,000 രൂപ തിരിച്ചടച്ചാൽ മതി. വളരെ ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 6 ലക്ഷം ഹൗസിംഗ് ലോൺ എടുക്കുന്ന ഒരു വ്യക്തി ഒരു നോർമൽ കേസിൽ
6000 രൂപയോളം മാസഗഡുവായിട്ട് അടക്കേണ്ടി വരും. EMI എന്ന് പറയും. 6000 രൂപയാണ് അതിന്റെ EMI ആയിട്ട് അടക്കേണ്ടതായിട്ട് വരുന്നത്. പക്ഷേ ഈ പദ്ധതിയുടെ ഗുണം ലഭിക്കുകയാണെങ്കിൽ ഈ 6 ലക്ഷം രൂപയുള്ള ലോൺ 3,80,000 രൂപയായി കുറയുകയും 3,80,000 രൂപയ്ക്കുള്ള EMI അടച്ചാൽ മതി. അതായത് ആ EMI ഒരു 4,000 രൂപയോളമായി കുറയും. അതായത് പ്രതിമാസം 2,000 രൂപയുടെ കുറവുണ്ട്. ഒരു ഗുണഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം. അടുത്ത സ്കീം ഏതാണ് സർ? അടുത്ത സ്കീമാണ് അഫോർഡബിൾ ഹൗസിംഗ് ഇൻ പാർട്ട്ണർഷിപ്പ്, അതായത് പങ്കാളിത്ത ഭവന പദ്ധതി. ഈ പദ്ധതി കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് സ്ഥലമില്ലാത്തവരും എങ്കിൽ ലോൺ എടുക്കാൻ കഴിയാത്തവരും ആയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയിൽ കേന്ദ്ര ഗവൺമെന്റ് പ്രൈം മിനിസ്റ്റർ ആവാസ് യോജനയിൽ ഉൾപ്പെടുത്തി 1,50,000 രൂപ 1.5 ലക്ഷം രൂപയുടെ സബ്സിഡി ലഭിക്കുന്നതായിരിക്കും ഈ ഗുണഭോക്താക്കൾക്ക്. നാലാമത്തെ പദ്ധതിയാണ് ബെനിഫിഷ്യറി ലെഡ് കൺസ്ട്രക്ഷൻ, അതായത് ഗുണഭോക്താവ് തന്നെ സ്വയം നിർമ്മാണം ഏറ്റെടുക്കുന്ന ഒരു പദ്ധതി. ഈ പദ്ധതി നമുക്ക് സ്വന്തമായി സ്ഥലമുള്ള ഗുണഭോക്താക്കൾക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുക. നമുക്ക് സ്വന്തമായിട്ട് സ്ഥലമുണ്ട് ഗുണഭോക്താവിന്, എങ്കിൽ ഒരു ഭവനമില്ല, അങ്ങനെയുള്ള ഗുണഭോക്താക്കളെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ 1,50,000 രൂപയുടെ സബ്സിഡിയും ഈ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ 1 ലക്ഷം രൂപ അഡീഷണൽ ആയിട്ട് സബ്സിഡിയും കൂടെ തരുന്നുണ്ട്. അപ്പോൾ മൊത്തം 2.5 ലക്ഷം രൂപയുടെ സബ്സിഡി ഈ പദ്ധതിയിൽ പെടുന്ന ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതായിരിക്കും. സർ, നമുക്ക് ഇതിലേക്ക് വരാം. ഒരു കോൾ വന്നിട്ടുണ്ട്. ഹലോ. ഹലോ, നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ്? സാർ, ഞാൻ ചുങ്കത്തറ എന്നാണ്, മലപ്പുറം ജില്ല ചുങ്കത്തറ എന്ന് പറയുന്ന സ്ഥലത്ത്, നിലമ്പൂർ ദേശം. ഓക്കെ, ചോദിച്ചോളൂ സാറിനോട്. എനിക്ക് സ്ഥലവും വീടും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. 22 കൊല്ലമായിട്ട് വാടക വാടകയ്ക്ക്. എന്റെ പേര് ബിനുവാണ്. അപ്പോഴെനിക്ക് സ്ഥലം വാങ്ങാനുള്ള ലോൺ കിട്ടാൻ എന്തെങ്കിലും വഴികളുണ്ടോ? ഈ പദ്ധതിയിൽ സ്ഥലം വാങ്ങാൻ മാത്രമായിട്ട് കിട്ടില്ല, നിങ്ങൾക്ക് സ്ഥലവും വീടും കൂടെ വാങ്ങാനായിട്ട് ഈ പദ്ധതിയിൽ ലോൺ കിട്ടും. ഈ ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീം പറഞ്ഞല്ലോ, ഈ ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീമിന് 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഹൗസിംഗ് ലോൺ കൊടുക്കുന്നത്. ഒന്ന്, സ്ഥലവും വീടും ചേർന്ന് വാങ്ങാം, അല്ലെങ്കിൽ നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ അതിൽ ഭവനം നിർമ്മിക്കുന്നതിന് പറ്റും. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സ്ഥലം ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് സ്ഥലവും വീടും കൂടി വാങ്ങുന്നതിന് ഈ പദ്ധതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഏത് ബാങ്കിൽ നിന്ന് കൊടുക്കണം? ഈ ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീം നടപ്പിലാക്കുന്നതിന് നമ്മുടെ ഇന്ത്യയിലുള്ള 201 ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഹഡ്കോയുമായും നാഷണൽ ഹൗസിംഗ് ബാങ്കുമായും MOU സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്തെന്നാൽ ജനങ്ങൾക്ക് ഇതിന്റെ ഈ സബ്സിഡി ലഭ്യമാക്കുക എന്നുള്ളതാണ്. അപ്പോ ഇന്ത്യയിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ പബ്ലിക് സെക്ടർ ബാങ്കുകളും പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും MOU സൈൻ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഏത് ബാങ്കിനെ വേണമെങ്കിൽ സമീപിക്കാം. എനിക്ക് CSB ബാങ്കുമായിട്ടാണ് എനിക്ക് ഇവിടെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഞാനൊരു കൂലിപ്പണിക്കാരനാണ്. എനിക്ക് സ്ഥലവും വീടും ഇല്ല. ഞാൻ 22 കൊല്ലമായി ഞാൻ വാടകയ്ക്ക് പാർക്കുന്നു. എനിക്ക് 2 കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്. പിന്നെ എനിക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, ഊരക്കുള്ള പ്രശ്നമുണ്ട്. ചെറിയ എന്നാലും വർക്കിന് പോകേണ്ട കുഴപ്പമൊന്നുമില്ല. പിന്നെ അങ്ങനെ എനിക്കൊരു വീടും ഒരു സ്ഥലവും വേണ്ടിയിരുന്നു. അപ്പൊ ഞാൻ അടച്ചോളൂ അതിനു വേണ്ടിട്ട്. ബാങ്കുമായി ബന്ധപ്പെട്ടിരുന്നോ? ഇല്ല, ബന്ധപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞാനിത് കണ്ടപ്പോഴേ ബാങ്കുമായിട്ട് ബന്ധപ്പെടൂ. എന്തെങ്കിലും കാരണവശാല് ഇപ്പോ ഇതൊരു ഹൗസിംഗ് ലോൺ ആണ്. ഈ പദ്ധതിയിൽ ഹൗസിംഗ് ലോൺ മേലുള്ള ഇൻട്രസ്റ്റ് സബ്സിഡിയാണിത്. അപ്പോ ഹൗസിംഗ് ലോൺ എടുക്കാനുള്ള ഒരു എലിജിബിലിറ്റിയും അത് തിരിച്ചടയ്ക്കാനുള്ള ഒരു കഴിവും നിങ്ങൾക്ക് വേണം. അത് ബാങ്കുകാർ നോക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഇതിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ബാങ്കുകാരുമായിട്ട് സംസാരിക്കാവുന്നതാണ് കേട്ടോ. ഈ നമ്പറിൽ വിളിച്ചാൽ മതി സാർ അല്ലേ? ഹഡ്കോയുമായി ബന്ധപ്പെടാനാണോ? അതെ, എനിക്ക് അങ്ങനെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഹഡ്കോയുമായി ബന്ധപ്പെടാം.
ഹഡ്കോറെ നമ്പർ വേണോ? നമ്പർ 0471 233 97. ഒരു മിനിറ്റ് സാറേ, പെന്നെ തെളിഞ്ഞിട്ടില്ല. ഒരു സെക്കൻഡ്. പറയൂ സാറേ. 9742 0471 233 9742. ഓക്കെ. സാറേ, ഈ നമ്പറിൽ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞാൽ കാര്യങ്ങൾ നടക്കുമല്ലേ? അല്ല, നിങ്ങൾ ആദ്യമായി ബാങ്കിൽ പോകണം. അതെ, ബാങ്കിൽ പോയിട്ട് ബാങ്കുമായിട്ട് സംസാരിക്കണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾ ലോൺ ലഭിക്കാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ള ഒരു ബെനിഫിഷ്യറി ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് ലോൺ തരും. ലോൺ തന്നാൽ നിങ്ങൾക്ക് ഈ സബ്സിഡി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, വിളിച്ചതിന് നന്ദി. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ. ഹലോ. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ പാലക്കാട് ശിവദാസൻ എന്നാണ് എന്റെ പേര്. ഓക്കെ, സാറിനോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. പിന്നെ പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ. ഞാനൊരു പഴയ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ്. ഓക്കെ. അപ്പൊ നമ്മളിതുപോലെ പിന്നെ ഭവന നിർമ്മാണ പദ്ധതികളൊക്കെ പിന്നെ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുമ്പോ എനിക്കൊരു നിർദ്ദേശം വെക്കാനാണ് ഞാൻ വിളിച്ചത്. ഓക്കെ, പറഞ്ഞോളൂ. നമ്മൾ വ്യക്തികൾക്ക് വീടുകൾ കൊടുക്കും. അതൊരു 5, 4, 3 അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോഴേക്ക് അയാൾ അത് വിറ്റ് കാശാക്കുന്ന ഒരവസ്ഥ നിലവിലുണ്ട്. നമ്മൾ അതിന് പകരം നമ്മൾ ഫ്ലാറ്റ് സിസ്റ്റങ്ങൾ ഉണ്ടാക്കി യഥാർത്ഥത്തിൽ കിടക്കാൻ കിടപ്പാടമില്ലാത്തവന് വീട് കൊടുക്കുന്ന പദ്ധതിയാക്കി മാറ്റണം. അപ്പൊ ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ലാറ്റുകൾ ആർക്കാണോ വീടില്ലാത്തത് അവനവിടെ വരുന്നു, താമസിക്കുന്നു, വർഷങ്ങളോളം താമസിക്കുന്നു. ഭാവിയിൽ വീട് സ്വന്തം വെക്കാൻ ശേഷി ഉണ്ടാവുന്ന കാലത്ത് അവൻ മാറിപ്പോകുന്നു. അതിന്റെ മെയിന്റനൻസും കാര്യങ്ങളൊക്കെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തുകയും അതിന് വേണ്ട പണം ഗവൺമെന്റ് കൊടുക്കുകയും വേണം. അങ്ങനെ വന്നാൽ നമ്മൾ ഇപ്പൊ കൊടുക്കുന്ന പണം ഒരു പക്ഷേ ഒരു 10-15 കൊല്ലം കൊണ്ട് നമുക്ക് പിന്നെ ഈ വീടില്ലാത്ത ആളുകൾ ഇല്ലാത്തൊരവസ്ഥ വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ കഴിയും. ഈ അവസ്ഥയിൽ തന്നെ തുടർന്നു പോയാൽ എല്ലാ വർഷവും നമുക്ക് വീട് കൊടുക്കാൻ മാത്രമേ കഴിയൂ. ഓക്കെ. ഈ പദ്ധതിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ പ്രൈം മിനിസ്റ്റർ ആവാസ് യോജനയുടെ എല്ലാ ഗുണഭോക്താക്കളെയും നമ്മളുടെ ഈ ആധാർ നമ്പറുമായി ബന്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ ഒരു വട്ടം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇതിന്റെ ഗുണം ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് ഭവന നിർമ്മാണത്തിന് വേണ്ടി മറ്റൊരു ഗുണം ലഭിക്കുന്നതല്ല. ശരി സാർ, അത് മനസ്സിലായി. അത് നമുക്ക് കൊടുക്കാതിരിക്കാനുള്ള മാർഗത്തെ കുറിച്ചാണ് പറയുന്നത്. അതെ. പക്ഷെ യഥാർത്ഥത്തിൽ വീണ്ടും ഒരാൾക്കൊരു വീട് കിട്ടി, അവനത് വിറ്റു, പിന്നീട് അവൻ പോയി അങ്ങാടിയിൽ പോയി കടത്തണ്ണകളിൽ കിടന്നുറങ്ങുന്ന കാഴ്ച നമ്മുടെ രാജ്യത്ത് പിന്നെയും കാണേണ്ടി വരില്ലേ? നമുക്ക് കൊടുക്കാതിരിക്കാം, നമുക്ക് കണ്ടുപിടിക്കാനുള്ള മാർഗമാണ് സാർ പറഞ്ഞത്. മറ്റേതല്ല, അന്തി ഉറങ്ങാൻ വീടില്ലാത്തവന് വീട് ഇവിടെ ഉണ്ട്, അത് സുലഭമാണ്. ആർക്ക് ആ വീടില്ലാത്തവന് അപേക്ഷ കൊടുത്താൽ അവന് വീട് കൊടുക്കുന്നു. അതെ, അതിന് സ്റ്റേറ്റ് ഗവൺമെന്റ് അർബൻ ലോക്കൽ ബോഡീസുമായി ചേർന്ന് ലൈഫ് എന്ന പദ്ധതിയിൽ ഈ റെന്റൽ ഹൗസിംഗിന്റെ ഒരു സ്കീം വിഭാവന ചെയ്യുന്നുണ്ട്. അത് റെന്റൽ ഹൗസിംഗ് സ്കീമാണ്. അതായത് സാറ് പറഞ്ഞതുപോലെ വീടില്ലാത്തവർക്ക് നിസ്സാരമായ വാടക കൊടുത്ത് അവർക്ക് ഈ വീടുകളിൽ താമസിക്കാം. എന്നാണോ അവർക്കൊരു സ്വയം പര്യാപ്തത വരുന്നത് ആ സമയത്ത് അവർക്ക് സ്വന്തം വീട് പണിത് തിരിച്ചു പോകാം. അങ്ങനെ ഒരു റെന്റൽ ഹൗസിംഗ് പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും വിളിച്ചതിന് നന്ദി. നമുക്കിനി ഒരു ബ്രേക്കിലേക്ക് പോകാം. ബ്രേക്കിന് ശേഷം സാമൂഹ്യ പാഠം തുടരും. യാത്ര ചെറുപ്പളശ്ശേരിയിലേക്ക്. ഇത് കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചയുടെ തിരയിളക്കം. ആർക്കും അനുകരിക്കാനാകാത്ത തെരുവുജാല വിദ്യയുടെ ചെപ്പു തുറന്ന് ഷംസുദ്ദീൻ ചെർപ്പുളശ്ശേരിയുടെ പടയോട്ടം. ഷംസുദ്ദീക്ക് ലോകം അറിയപ്പെടുന്ന തെരുവ് മാന്ത്രികനാണ്. ഒരുപാട് ഫിലോസഫി ഉള്ള ആളാണ്. പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരാളാണ്. നമ്മുടെ പല്ല് വണ്ടിന്റെ ഇടയിൽ പെട്ട ഒരു പല്ലിന് 10,000, 32 പല്ലിന് 3,20,000 രൂപ വായിന്റെ അകത്തല്ല കിടക്കണത്.
മറക്കാതെ കാണുക ശനി ഞായർ ദിവസങ്ങളിൽ വിസ്മയ സഞ്ചാരം നിങ്ങളുടെ ദൂരദർശനിൽ മാത്രം. സാമൂഹ്യ വാർത്തയിലേക്ക് വീണ്ടും സ്വാഗതം. സർ, ഈ ലോൺ സ്കീംസ് ഒക്കെ തന്നെ കൊടുക്കുമ്പോൾ അത് എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത്? ഇപ്പോൾ സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം വാങ്ങാം, വീട് വെക്കാം, ഇത് കൂടാതെ മറ്റെന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ലോൺ കൊടുക്കുക? ഈ സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം വാങ്ങാൻ മാത്രമായി ഇതിന്റെ ലോൺ കൊടുക്കില്ല. സ്ഥലവും വീടും ചേർന്ന് വാങ്ങാനായിട്ട് കൊടുക്കുന്നതായിരിക്കും. അതായത് കോമ്പോസിറ്റ് ലോൺ എന്നാണ് പറയുന്നത്, അതിന് കൊടുക്കും. ഫ്ലാറ്റുകൾ വാങ്ങുന്നതിന് ഫ്ലാറ്റ് വാങ്ങാം, മൾട്ടി സ്റ്റോറി ആയിട്ടുള്ള ഫ്ലാറ്റ് വാങ്ങുന്നതിന് കിട്ടും. നമുക്ക് സ്ഥലമുണ്ടെങ്കിൽ അതിൽ ഭവന നിർമ്മാണം, നമുക്കതിൽ വീട് വെക്കുന്നതിന് വേണ്ടി കിട്ടും. അടുത്തതായി എൻഹാൻസ്മെന്റ് എന്ന് പറയും. അതായത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, ഇപ്പോൾ ഭവനമുള്ള വ്യക്തിയായിരിക്കാം, പക്ഷെ ആ ഭവനം ആവശ്യത്തിനുള്ള ഏരിയയേക്കാൾ കുറവുള്ള ഒരു ഭവനമെങ്കിൽ, അതായത് ഈ സ്കീം ഗൈഡ് ലൈൻ തന്നെ പറയുന്നത് ഒരു എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു ബെനിഫിഷ്യറിക്ക് 400 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീട് എൻഹാൻസ്മെന്റ് വഴി ചെയ്യാം. ഇപ്പോൾ 200 സ്ക്വയർ ഫീറ്റ് ഇപ്പോൾ ഉള്ളൂ എങ്കിൽ ഒരു 200 സ്ക്വയർ ഫീറ്റും കൂടെ പണിയാനുള്ള ഒരു സാമ്പത്തിക സഹായം ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലഭ്യമാക്കുന്നതാണ്. സാർ, നമുക്കൊരു കോളിലേക്ക് പോകാം ഇനി. ഹലോ ഹലോ ഹലോ, നമസ്കാരം. സാമൂഹ്യ വാർത്തയിലേക്ക് സ്വാഗതം. ആരാണ്? ഇത് നൂറനാട് എന്നും ലിബിൻ, ആലപ്പുഴ ജില്ലയിൽ. ചോദിച്ചോളൂ. പിന്നെ ഞാനൊരു വീട് വെച്ചായിരുന്നു 670 സ്ക്വയർ ഫീറ്റോളം ഉള്ളത്. ഓക്കെ. അതാണ് ഇപ്പൊ പകുതിയിലാണ് നിർത്തി വെച്ചിരിക്കുകയാണ്. എന്റെ ബാക്കി പണി പൂർത്തീകരിക്കാൻ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം വല്ല ലോൺ വല്ല കിട്ടുന്ന സബ്സിഡിയുള്ള? ഓക്കെ. ആദ്യമായി എനിക്ക് അറിയേണ്ടത്, നിങ്ങളൊരു അർബൻ ഏരിയയിലാണോ താമസിക്കുന്നത്, നഗരപ്രദേശത്താണോ താമസിക്കുന്നത്? അല്ല, ഗ്രാമപ്രദേശം. ഈ പദ്ധതി പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന അർബൻ എന്ന് പറയുന്ന ഒരു പദ്ധതി നഗരപ്രദേശങ്ങളിലോട്ടുള്ള പദ്ധതിയാണ്. അതായത് കേരളത്തിൽ നമുക്ക് 93 നഗരപ്രദേശങ്ങളാണുള്ളത്, 6 കോർപ്പറേഷനും 87 മുനിസിപ്പാലിറ്റിയും. ആ നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കുള്ള ഒരു പദ്ധതിയാണ്. ഗ്രാമപ്രദേശങ്ങളിലുള്ള പദ്ധതിയാണെങ്കിൽ അതിൽ പറ്റില്ല. മറ്റ് ഗ്രാമീൺ പദ്ധതികളുണ്ടല്ലേ? ഗ്രാമപ്രദേശങ്ങൾക്ക് വേണ്ടി പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന ഗ്രാമീൺ എന്നൊരു പദ്ധതി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആ പദ്ധതി ഗ്രാമപഞ്ചായത്താണ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ ഗ്രാമപഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ട ഒരു പദ്ധതിയാണത്. ഓക്കെ, വിളിച്ചതിന് നന്ദി. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ലോൺ കൊടുക്കുന്നത്. ഇപ്പൊ പറഞ്ഞതുപോലെ നഗരപ്രദേശങ്ങളിലായിരിക്കണം താമസിക്കുന്നത് അല്ലേ? അതാണ്. പിന്നെ അതുപോലെ വീടിന്റെ വിപുലീകരണത്തിന് വേണ്ടിയിട്ട് എടുക്കാം. ഈ പറഞ്ഞതുപോലെ ഈ 400 സ്ക്വയർ ഫീറ്റ് വരെ വീട് വെക്കുന്നതിനാണല്ലോ ഈ എക്കണോമിക് ആയിട്ട് വീക്കർ സെക്ഷന് കൊടുക്കുന്നതും അതുപോലെ താഴ്ന്ന വരുമാനമുള്ളവർക്കും കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് മുകളിലുള്ള ഏരിയയിലാണ് വീട് വെക്കേണ്ടത് എങ്കിൽ ഈ ലോൺ സബ്സിഡി സ്കീമിൽ ഉൾപ്പെടാൻ കഴിയില്ലേ എന്നുള്ളതാണ്. ഈ സ്കീമിന്റെ ഗൈഡ് ലൈൻ പ്രകാരം എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയുന്ന ഒരു ഗുണഭോക്താവിന് 30 സ്ക്വയർ മീറ്റർ ഓഫ് കാർപ്പറ്റ് ഏരിയ എന്നാ പറയുന്നത്. 30 സ്ക്വയർ മീറ്റർ കാർപ്പറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ അത് 400 സ്ക്വയർ ഫീറ്റ് ഓഫ് ബിൽഡപ്പ് ഏരിയ വരും. അപ്പം നമുക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ 400 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഭവനം എന്ന് തന്നെയാണ്. അതേപോലെ LIG താഴ്ന്ന വരുമാനമുള്ള LIG വരുമാനത്തിൽപ്പെട്ട ഒരു ഗുണഭോക്താവാണെങ്കിൽ അവർക്ക് 60 സ്ക്വയർ മീറ്റർ ഓഫ് കാർപ്പറ്റ് ഏരിയ എന്നാ പറയുന്നത്. അത് നമ്മളൊരു ബിൽഡപ്പ് ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 750 സ്ക്വയർ ഫീറ്റ് വരെയുള്ള ഒരു ബിൽഡപ്പ് ഏരിയ ഉള്ള ഒരു വീട് വരെ ആകാം എന്നാണ് ഗൈഡ് ലൈൻ പറയുന്നത്. എങ്കിൽ തന്നെയും ഗൈഡ് ലൈൻ പറയുന്നത് വീട് വാങ്ങുകയോ വീട് പുതിയതായിട്ട് നിർമ്മിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ബെനിഫിഷ്യറിക്ക് ഗുണഭോക്താവിന് വേണമെങ്കിൽ ഇതിൽ വലിയ വീട് വാങ്ങുകയോ നിർമ്മിക്കുകയോ ചെയ്യാം. അതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷേ ഈ എൻഹാൻസ്മെന്റിൽ, അതായത് വിപുലീകരണത്തിന് ഈ ഏരിയയുടെ അകത്ത് തന്നെ ആയിരിക്കണം. അത് വിപുലീകരണത്തിന് മാത്രമേ ഉള്ളൂ. ഇപ്പോ ഒരു താഴ്ന്ന വരുമാനമുള്ള ഒരു ബെനിഫിഷ്യറി, ഒരു ഗുണഭോക്താവിന് 500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് ഇപ്പോൾ ഉണ്ടെങ്കിൽ ഒരു 200 സ്ക്വയർ ഫീറ്റും കൂടെ ആഡ് ചെയ്യുന്നതിന് വേണ്ടി ഈ സ്കീം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഓക്കെ. അതുപോലെ തന്നെ ഈ ഇപ്പോൾ സാർ പറഞ്ഞ പോലെ ഇപ്പോൾ വീട് എന്ന് പറയുമ്പോൾ അതിനും ഒരു ഡെഫിനിഷൻ
ഉള്ളതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലെ. ഇപ്പൊ വാസയോഗ്യമായിട്ടുള്ള ഒരു വീട് വെക്കുന്നതിന് വേണ്ടിയാണല്ലോ ലോൺ കൊടുക്കുക. ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു വീടുള്ള ഒരാളിന് പുതിയൊരു വീട് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്കീമിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ്? നമുക്ക് ഇതിലേക്ക് വരാൻ ഒരു കോൾ വെയിറ്റിംഗ് ആണ്. ഹലോ ഹലോ, നമസ്കാരം, സാമൂഹ്യ വാർത്തയിലേക്ക് സ്വാഗതം. ആരാണ്? രജനി മാവേലിക്കര. സാറിനോട് ചോദിച്ചോളൂ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, എനിക്ക് കേൾക്കാം, പറഞ്ഞോളൂ. സാറിന് ഞങ്ങളെ ഈ പ്രധാനമന്ത്രി ആവാസ് യോജന അതിന്റെ ഈ ലോണിനെ പറ്റി അറിഞ്ഞായിരുന്നു. ഹലോ, കേൾക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങള് വേറൊരു ലോൺ എടുത്തിട്ടുണ്ട്. ഞങ്ങളൊരു ലോൺ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് അടച്ചുകൊണ്ടിരിക്കുകയാണ്. കാർഷിക ബാങ്കിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഞങ്ങൾ പകുതിയായിട്ട് കിടക്കുക. അപ്പം ഞങ്ങളെ ഇപ്പൊ അവിടെ പൈസ ഇത്രയും കാലമായിട്ട് അടച്ചിട്ട് ഞങ്ങൾക്ക് അത് കുറഞ്ഞു കിട്ടുന്നില്ല. അത് ഹൗസിംഗ് ലോണിന് പെരുവനെടുപ്പിന് വേണ്ടി എടുത്തതാ. കാർഷിക അത് എന്നാണ് ലോൺ എടുത്തിരിക്കുന്നത്? അത് അതിപ്പോ 7 വർഷത്തോളമായി സാറേ. 7 വർഷത്തോളമായി അല്ലേ? അതായത് ഈ പദ്ധതി 17/6/2015 ഈ പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന എന്ന പദ്ധതി തുടങ്ങുന്നത്. അപ്പോ ആ പദ്ധതിക്ക് ശേഷമുള്ള ഹൗസിംഗ് ലോൺ ആണെങ്കിൽ, ഇപ്പൊ ഈ ലോൺ 7 വർഷം എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അത് അതിന് മുമ്പുള്ള ഹൗസിംഗ് ലോൺ അല്ലേ? അപ്പൊ അത് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഞങ്ങൾ അടച്ചുകൊണ്ടിരിക്കുക. ഓക്കെ. അപ്പൊ ആ ഒരു പദ്ധതിക്ക് ഇതിന്റെ ഗുണം ലഭ്യമാകുന്നതല്ല. അപ്പൊ സാറേ ഞങ്ങളപ്പോ ഇത് കഴിയാൻ നമുക്ക് ലോൺ പൂർത്തിയായി ചെയ്യാൻ പറ്റത്തില്ലല്ലേ? നിങ്ങൾ ഏത് അർബൻ ഏരിയയിലാണോ, നഗരപ്രദേശത്താണോ താമസിക്കുന്നത്? നഗരപ്രദേശത്താണോ? ഹലോ, ഹലോ, നഗരത്തിലാണോ ഗ്രാമത്തിലാണോ താമസം? സാർ പന്തളത്തിലും പത്തനംതിട്ടയ്ക്ക് ഇടയ്ക്കാണ്. നഗരവും അല്ല, എന്നാൽ ഗ്രാമവും അല്ല. ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള സ്ഥലമാണോ? ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള. ഈ പദ്ധതി നഗരത്തിലുള്ള ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് ഒരു പദ്ധതിയാണ് കേട്ടോ. ഓക്കെ, എന്തായാലും വിളിച്ചതിന് നന്ദി. ശരിക്കും ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് ഇതിന്റെ ഗ്രാമീൺ എന്ന് പറയുന്ന പദ്ധതിയുണ്ട്. അത് പഞ്ചായത്തിനെയാണ് ബന്ധപ്പെടേണ്ടത്. പിന്നെ നമ്മൾ പറഞ്ഞു വന്നത് ഈ വീട് വാസയോഗ്യമായ ഒരു വീട് എന്നതിന്റെ കാര്യമാണ്. ഇപ്പോൾ ഒരു വീട് അറ്റകുറ്റപ്പണി നടത്തുന്നതിനൊക്കെ ഇതിൽ നിന്ന് ലോൺ ലഭിക്കാൻ സാധ്യതയുണ്ടോ? അറ്റകുറ്റപ്പണി എന്ന് പറയുമ്പോൾ അത് മെയിൻ്റനൻസ് ആയി. മെയിൻ്റനൻസ് വർക്കുകൾക്ക് വേണ്ടിയിട്ട് ഇതിന്റെ ലോൺ യോഗ്യമല്ല. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എൻഹാൻസ്മെന്റിന് വേണ്ടി കിട്ടും. അല്ലെങ്കിൽ ഒരു കച്ചാ വീട് പക്കയാക്കുന്നതിന്, കച്ചാ വീട് എന്ന് ഉദ്ദേശിക്കുന്നത് കുടില് അല്ലെങ്കിൽ വാസയോഗ്യമല്ലാത്ത വീട് എന്ന് പറയും. ഇപ്പൊ റിപ്പയറും വാസയോഗ്യമല്ലാത്ത വീടും തമ്മിൽ വ്യത്യാസമുണ്ട്. വാസയോഗ്യമല്ലെങ്കിൽ നമുക്ക് താമസിക്കാൻ പറ്റുന്ന വീടല്ല, അതിന്റെ റൂഫെല്ലാം ഇടിഞ്ഞു വീണു, ഭിത്തികളെല്ലാം പൊളിഞ്ഞു പോയി, അങ്ങനെയുള്ള വീടുകളൊക്കെ ആണെങ്കിൽ അത് പൊളിച്ച് അല്ലെങ്കിൽ വേറെ പുതിയ ഭവനം നിർമ്മിക്കുന്നതിന് ഈ പദ്ധതിയിൽ ലോൺ ലഭ്യമാകുന്നു. അതുപോലെ ഈ നമ്മൾ ലോണിന് അപേക്ഷിക്കുമ്പോൾ എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് ബാങ്കിന് കൊടുക്കേണ്ടത്? ഇത് ഹൗസിംഗ് ലോൺ ആയതുകൊണ്ട് സാധാരണ ഒരു ഹൗസിംഗ് ലോണിന് ആവശ്യമായ എല്ലാ രേഖകളും ഈ പദ്ധതിക്കും ആവശ്യം തന്നെയാണ്. നമുക്ക് ആ രേഖകളിലേക്ക് വരാം ഒരു കോൾ എടുത്തതിന് ശേഷം. ഹലോ, നമസ്കാരം, സാമൂഹ്യ പാഠമാണ്. ആരാണ്? ഞാൻ കണ്ണൂരിൽ നിന്ന് അനിൽകുമാർ. ചോദിച്ചോളൂ. പറഞ്ഞോളൂ. സാറേ, ഞാൻ പിന്നെ മുനിസിപ്പാലിറ്റിയിലെ ഏരിയയിലാണ്. അപ്പൊ വീട് വെക്കുന്നതിന് 1500 സ്ക്വയർ ഫീറ്റിൽ വീട് വെക്കാൻ ഈ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ സാധ്യതയുള്ളത്. നിങ്ങൾ നഗരപ്രദേശത്താണോ താമസിക്കുന്നത്? ഞാൻ ഇരിട്ടി മുനിസിപ്പാലിറ്റിക്ക് ഇരിട്ടി മുനിസിപ്പാലിറ്റിയാണ്. ഓക്കെ, മുനിസിപ്പാലിറ്റിയിലാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇത് ആദ്യത്തെ വീടാണോ? ഇതിനു മുമ്പ് വീടുണ്ടായിരുന്നോ? ആദ്യമായിട്ട് എടുക്കുന്നത്. ഒരു 1500 സ്ക്വയർ ഫീറ്റ് വരെ ഉണ്ട്. അത് കുഴപ്പമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിലുള്ള ആർക്കും ഇന്ത്യയിൽ വേറെ ഒരു സ്ഥലത്തും വീടില്ലല്ലോ ഇതല്ലാതെ? ഇല്ല, ഞാനൊരു ഫാമിലി, എനിക്ക് വീടില്ല. ചേട്ടൻ അത് കുഴപ്പമില്ല. നിങ്ങളുടെ ഫാമിലി എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളും വൈഫും അൺമാരീഡ് ആയിട്ടുള്ള കുട്ടികളാണ്. പിന്നെ നിങ്ങളുടെ വാർഷിക വരുമാനം 6 ലക്ഷത്തിൽ താഴെയാണോ? അതെ. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പ്രൈം മിനിസ്റ്റർ ആവാസ് യോജനയുടെ കീഴിലുള്ള ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീം ലഭ്യമാക്കുന്നതിന് ഒരു പ്രൈമറി സ്ക്രീനിങ് എന്ന് പറയുമ്പോൾ ഈ 3 കാര്യങ്ങളാണ്.
ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഭവനം പാടില്ല, നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന വ്യക്തിയായിരിക്കണം, വരുമാനം 6 ലക്ഷത്തിൽ കുറവായിരിക്കണം. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് 1500 സ്ക്വയർ ഫീറ്റിന്റെ വീട് പണിതാലും ഇത് ഈ പദ്ധതിയിൽ നിങ്ങൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭ്യമാകുന്നതാണ്. ഹലോ, പലിശ എത്ര പലിശ? നിങ്ങൾ ഏതെങ്കിലും ഒരു ബാങ്കിൽ പോയി ഹൗസിംഗ് ലോണിന് അപ്ലൈ ചെയ്യണം. ഹൗസിംഗ് ലോൺ എടുക്കണം. ആ ഹൗസിംഗ് ലോണിന്മേൽ 6.5% ഇൻട്രസ്റ്റ് സബ്സിഡി ലഭിക്കും. 6 ലക്ഷം രൂപ വരെയുള്ള ലോണിന്. ഇപ്പൊ നിങ്ങൾ 6 ലക്ഷം രൂപ ലോൺ എടുക്കുകയാണെങ്കിൽ ബാങ്കിന്റെ ഒരു പലിശ കാണും. ബാങ്കിന് ചിലപ്പോ 9% ആയിരിക്കാം സബ്സിഡി. കേന്ദ്ര ഗവൺമെന്റ് ഹഡ്കോയോ അല്ലെങ്കിൽ നാഷണൽ ഹൗസിംഗ് ബാങ്ക് മുഖേന ഈ ബാങ്കുകൾക്ക് കൊടുക്കും. ഈ ബാങ്കുകൾ നിങ്ങളുടെ ലോൺ അക്കൗണ്ടിൽ നിന്ന് ഈ സബ്സിഡി എമൗണ്ട് ലോൺ അക്കൗണ്ടിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ നിങ്ങളുടെ ലോൺ എമൗണ്ട് കുറയും. സാധാരണ ഹോം ലോൺ കിട്ടുന്നവരെ ഇതിന് മാക്സിമം 4 ഇൻസ്റ്റാൾമെന്റിൽ നിങ്ങൾ ഈ പൈസ എടുക്കണം. 15 വർഷമാണ്. പക്ഷെ ബാങ്ക് ലോൺ 20 വർഷത്തെ ലോൺ എടുക്കാം. പക്ഷെ സബ്സിഡി കാൽക്കുലേഷന് 15 വർഷമേ എടുക്കുള്ളൂ. വിളിച്ചതിന് നന്ദി. ഇനി അടുത്ത ബ്രേക്കിൽ പോവാം. ബ്രേക്കിന് ശേഷം സാമൂഹ്യ പാഠം തുടരും. മധുരിക്കും ഓർമ്മകളുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പോരുമോ പോരുമോ തുള്ളി മഞ്ഞു നുള്ളുവാൻ പോരുമോ ചാന്ത് പൊട്ടുമായി കളിക്കുന്നു പാട്ടുമായി ചാന്ത് പൊട്ടുമായി കളിക്കുന്നു പാട്ടുമായി വളകിലുക്കാൻ പോരുമോ പോരുമോ വളകിലുക്കാൻ പോരുമോ പോരുമോ സാമൂഹ്യ പാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. സർ, നമ്മൾ ഈ ക്രെഡിറ്റ് ലിങ്ക് സബ്സിഡി സ്കീം വഴി ലോണിന് അപേക്ഷിക്കുമ്പോൾ എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടതെന്നൊന്ന് പറയാമോ? നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹൗസിംഗ് ലോൺ എടുക്കുമ്പോൾ, ഭവന വായ്പ എടുക്കുമ്പോൾ എന്തെല്ലാം രേഖകൾ വേണം, അതെല്ലാം ഇതിനും ആവശ്യമാണ്. സർ, നമുക്ക് വേഗം ഒരു കോളിലേക്ക് പോയിട്ട് വരാം. ഹലോ 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 നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ മഞ്ചേരി, മലപ്പുറം ജില്ലയിൽ നിന്ന് വിളിക്കുന്നത്. മലപ്പുറം ജില്ല, മഞ്ചേരി. പറഞ്ഞോളൂ. ഞാൻ മഞ്ചേരി, മലപ്പുറം ജില്ല. പറഞ്ഞോളൂ. എനിക്ക് കേൾക്കാം. സാറേ, ഈ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ നമ്മുടെ ബാങ്കിലോട്ടാണെന്നല്ലോ നമ്മൾ ലോൺ എടുക്കുന്നത്. അതെ. ലോൺ എടുക്കുമ്പോ നമ്മുടെ എല്ലാ പ്രൊസീജിയറും വെച്ചാണ് ലോൺ തരിക. അന്നേരം ബാങ്കിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇവര് പിന്നെ കുടിക്കട സർട്ടിഫിക്കറ്റ്, മറ്റേ എല്ലാ പേപ്പറുകളും സാധാരണ ലോണിന്റെ എല്ലാം ഹാജരാക്കുള്ള നമ്മളല്ലേ? വേണം. അതായത് ഇതിന് അന്നേരം നമ്മൾ കിട്ടിക്കഴിഞ്ഞാല് പിന്നെ ഇൻട്രസ്റ്റ് നമ്മുടെ അക്കൗണ്ടിലോട്ട് വരികയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ പിന്നെ അതായത് ഈ ഇൻട്രസ്റ്റ് സബ്സിഡി എന്ന് പറയുന്ന എമൗണ്ട് 6 ലക്ഷം രൂപ 15 വർഷത്തേക്ക് ലോൺ എടുക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് സബ്സിഡി നേരത്തെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യും. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2,20,000 രൂപ വരും. ഈ 2,20,000 രൂപ നേരത്തെ തന്നെ ബാങ്കിലോട്ട് സെൻട്രൽ ഗവൺമെന്റ് ഹഡ്കോ വഴിയോ നാഷണൽ ഹൗസിംഗ് വഴിയോ ഇത് കൊടുക്കും. ഈ പൈസ നിങ്ങളുടെ ലോൺ അക്കൗണ്ടിലോട്ടാണ് ഈ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ലോൺ അക്കൗണ്ടിൽ നിന്ന് 2,20,000 രൂപ കുറവ് വരും. ബാക്കി പൈസക്ക് നിങ്ങൾ EMI അടച്ചാൽ മതി. ഉദാഹരണത്തിന് 6 ലക്ഷം രൂപ ഹൗസിംഗ് ലോൺ എടുക്കുകയാണെങ്കിൽ സാധാരണ ഇപ്പോഴത്തെ ബാക്കി പൈസ നമ്മൾ ബാങ്കിലോട്ട് അടക്കേണ്ടി വരുള്ളൂ. ബാക്കി പൈസ ബാങ്കിലോട്ട് അടക്കേണ്ടതായിട്ട് വരികയുള്ളൂ. അതായത് 6 ലക്ഷം രൂപ നിങ്ങൾ ഹൗസിംഗ് ലോൺ എടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ച് 6,000 രൂപയോളം മാസം EMI അടക്കേണ്ടി വരും, ഒരു മാസ ഗഡുവായിട്ട്. ഈ സബ്സിഡിയുടെ ഗുണം കിട്ടുകയാണെങ്കിൽ 4,000 രൂപയെ
മാസം അടയ്ക്കേണ്ടതായിട്ട് വരികയുള്ളൂ. അതായത് ഒരു മാസം 2000 രൂപയുടെ കുറവ് കിട്ടും നിങ്ങൾക്ക്. ഡോക്യുമെന്റ്സിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അതെ. അപ്പോൾ ഇതിന് മെയിൻ ആയിട്ടൊരു 7 ഡോക്യുമെന്റ്സ് ആണ് ഇതിന് വേണ്ടത്. ഒന്ന്, നമുക്ക് ഈ ബിൽഡിംഗ് പ്ലാന്റെ അപ്രൂവൽ വേണം. ഭവനം വെക്കുന്ന നമ്മളുടെ ബിൽഡിംഗ് പ്ലാന്റെ അപ്രൂവൽ വേണം. അതിന്റെ ഒരു എസ്റ്റിമേറ്റ് വേണം. പിന്നെ നമുക്ക് നമ്മളുടെ ഈ സ്ഥലത്തിന്റെ ആധാരം, അതിന്റെ ഒറിജിനൽ ആധാരം വേണം. പിന്നെ പിന്നാധാരങ്ങളുടെ കോപ്പി വേണം. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നികുതി അടച്ച റെസിപ്റ്റ് വേണം. പിന്നെ ഇതിന് ബാധ്യതകളൊന്നും, ഈ സ്ഥലത്തിന്റെ മേൽ ബാധ്യതകളൊന്നും ഇല്ല എന്ന് തെളിയിക്കുന്ന എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ ഈ സ്ഥലം നമ്മളുടെ കൈവശമാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൊസഷൻ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ നമുക്ക് ഈ ലോൺ തിരിച്ചടയ്ക്കാനുള്ള കഴിവ് ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഏതെങ്കിലും ഒരു രേഖയും സാധാരണ ഗതിയിൽ ഈ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഇൻസിസ്റ്റ് ചെയ്യും. നമുക്കപ്പോൾ ജനറലായിട്ട് നോക്കുകയാണെങ്കിൽ ഈ 7 കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ലോൺ ലഭ്യമാണ്. ഇപ്പോൾ ലോൺ തിരിച്ചടയ്ക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ സ്ഥിര വരുമാനമുള്ള ഒരാളാണെങ്കിൽ ലോൺ തിരിച്ചടവിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. എങ്കിൽ അങ്ങനെ അല്ലാത്തവർ, വളരെ താഴ്ന്ന വരുമാനമുള്ളവർക്കും അതുപോലെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നവർക്കും ഒക്കെ ഈ ലോണിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ വരുമാനത്തിന്റെ സോഴ്സ് അത് എങ്ങനെയാണ് കാണിക്കുക? അതായത് തീരെ വരുമാനം കുറഞ്ഞ ആൾക്കാരും സ്ഥിരമായി വരുമാനമില്ലാത്തവർക്കും വേണ്ടി ഈ ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീം അത്ര ഒരു അനുയോജ്യമായൊരു സ്കീമല്ല. അവർക്ക് എടുക്കാവുന്ന ഒരു സ്കീമാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ബെനിഫിഷ്യറി ലെഡ് കൺസ്ട്രക്ഷൻ എന്ന പദ്ധതി. ആ പദ്ധതിയിൽ 2,50,000 രൂപ ഇവർക്ക് സബ്സിഡി ആയിട്ടാണ് ലഭിക്കുന്നത്. പിന്നെ അതൊന്നും തിരിച്ചടയ്ക്കണ്ട. സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും കൂടി, സെൻട്രൽ ഗവൺമെന്റിന്റെ 1.5 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ 1 ലക്ഷം രൂപയുമായി 2 ലക്ഷം രൂപ വരെ സബ്സിഡി ഉണ്ട്. അത് ആ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുന്നതായിരിക്കും അവർക്കും നല്ലത്. സ്ഥിര വരുമാനക്കാരാണെങ്കിൽ നമ്മൾ ലോണിന് അപ്ലൈ ചെയ്യുമ്പോൾ സ്ഥലം ആരുടെ പേരിലാണോ അവർ തന്നെയല്ലേ ലോണിന് അപ്ലൈ ചെയ്യുക? അതോ ഫാമിലി ആയിട്ട് ഭാര്യയുടെയും ഭർത്താവിന്റെയും പേരിലാണെങ്കിൽ അങ്ങനെയാണോ ലോണിന് അപേക്ഷിക്കുന്നത്? അതായത് നമ്മൾ ലോണിന് സാധാരണ അപ്ലൈ ചെയ്യുമ്പോൾ സ്ഥലം ആരുടെ പേരിലാണോ അവരായിരിക്കും ഇതിന്റെ അപ്ലിക്കന്റ്. അതിന്റെ കൂടെ നമുക്ക് ഇപ്പോൾ ചിലപ്പോൾ ഹസ്ബൻഡിന്റെ പേരിലായിരിക്കും സ്ഥലം, പക്ഷെ ഭാര്യയ്ക്കായിരിക്കും ജോലിയുള്ളത്, വരുമാനമുള്ളത് ഭാര്യയ്ക്കായിരിക്കാം. അങ്ങനെ വരുമ്പോൾ ഹസ്ബൻഡും ഭാര്യയും കൂടി അപ്ലിക്കന്റും കോപ്ലിക്കന്റുമായി ലോണിന് വേണ്ടി അപേക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴുള്ള മിക്കവാറും എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും ഹൗസിംഗ് ലോണിന് വേണ്ടി അപ്ലിക്കന്റും കോപ്ലിക്കന്റുമായി ഭാര്യയെയും ഭർത്താവിനെയും ആണ് എടുക്കുന്നത്. അതേപോലെ തന്നെ ഇതും വരുന്നേ ഉള്ളൂ. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ 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 കോള് കട്ടായി എന്ന് തോന്നുന്നു. എന്തായാലും ഇതുപോലെ നമ്മൾ ലോണിന് അപ്ലൈ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ മറ്റൊരിടത്തും വീട് ഉണ്ടാവാൻ പാടില്ല. മാത്രമല്ല ഇപ്പൊ ഫാമിലി ആണെങ്കിൽ ഇപ്പൊ ഭാര്യയുടെയും ഭർത്താവിന്റെയും വരുമാനത്തിന്റെ സോഴ്സ് കാണിക്കണമെന്നും സാർ പറഞ്ഞു. അപ്പോൾ ഇതുപോലെ മറ്റെന്തെല്ലാം മാനദണ്ഡങ്ങളാണ് ഉള്ളത്? അതായത് ഈ സ്കീം ഗൈഡ് ലൈൻ പ്രകാരം ഈ ലോൺ ലഭ്യമാകുന്നതിന് ഒരു ഇൻകം ഒരു സാലറി സർട്ടിഫിക്കറ്റോ അങ്ങനെ കാണിക്കണമെന്ന് പറയുന്നില്ല. നമ്മൾ ഒരു അഫിഡവിറ്റ് കൊടുത്താൽ മതി. എനിക്ക് ഇത്ര വരുമാനമുണ്ട് എന്ന് പറഞ്ഞ് സ്വയം സാക്ഷ്യപ്പെടുത്തി ഒരു അഫിഡവിറ്റ് കൊടുത്താൽ മതി. പക്ഷെ പല ധനകാര്യ സ്ഥാപനങ്ങളും ഈ അഫിഡവിറ്റ് കൊടുത്താലും അവർ ചോദിക്കും, ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് 25,000 രൂപ മാസം വരുമാനമുണ്ടെന്ന് ഞാൻ ഒരു അഫിഡവിറ്റിൽ എഴുതി കൊടുത്താൽ ബാങ്ക് തീർച്ചയായിട്ടും ചോദിക്കും, നിങ്ങൾക്ക് 25,000 രൂപ ഒക്കെ ഞാൻ സമ്മതിച്ചു, പക്ഷെ ഇതിന്റെ ഒരു സോഴ്സ് കാണിക്കും, എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങളുടെ തൊഴിൽ എന്താണ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു, അതെല്ലാം ചോദിക്കാം. അപ്പൊ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു രേഖകൾ കൊടുക്കണം എന്നാണ്. ഒരു ഉദാഹരണത്തിന് ഞാൻ ഒരു ബാങ്കുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവരൊരു ഹൗസ് മെയ്ഡാ, ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ അവർക്കൊരു ഹൗസിംഗ് ലോൺ വേണം. ഇപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സാലറി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഒരു ഇൻകം പ്രൂഫായിട്ട് കൊടുക്കാനില്ല. അപ്പോൾ ആ ബാങ്കിൽ നിന്നും അവർ പറഞ്ഞത്, ഇവർ ജോലിക്ക് നിൽക്കുന്ന വീടിന്റെ ഉടമസ്ഥൻ ഞങ്ങൾക്കൊരു ലെറ്റർ എഴുതി തന്നാൽ മതി, ഇവിടെ ജോലിക്ക് നിൽക്കുകയാണെന്നും ഇത്ര മാസം ഞാൻ ഇത്ര രൂപ കൊടുക്കുന്നുണ്ടെന്നും. അപ്പൊ അത് അതിന്റെ ഒരു സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഒരു പ്രൂഫായി. അപ്പൊ ഈ സ്കീം ഗൈഡ് ലൈൻ പ്രകാരം നമ്മൾ നമ്മുടെ ഇൻകത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു അഫിഡവിറ്റ് കൊടുത്താൽ മതി.
ഇൻകത്തിന് വേണ്ടി. കൂടാതെ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ ഒരു സ്ഥലത്തും നമുക്ക് വേറെ ഭവനം ഇല്ല, എന്റെ ഫാമിലി മെമ്പേഴ്സിന് വേറെ സ്ഥലങ്ങളിലൊന്നും ഭവനമില്ല എന്നുള്ളതിനും അഫിഡവിറ്റ് തന്നെ കൊടുത്താൽ മതി. ഓക്കെ സാർ, ഇപ്പൊ പറഞ്ഞല്ലോ ഫാമിലി മെമ്പേഴ്സിന് മറ്റൊരിടത്തും വീട് ഇല്ല എന്നുള്ളത്. അപ്പൊ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് ഭാര്യ, ഭർത്താവ്, കുട്ടികൾ എന്നുള്ളതായിരിക്കും. അപ്പോൾ ഇതിൽ മറ്റാർക്കെങ്കിലും, ഈ ഫാമിലിയിലുള്ള മറ്റാർക്കെങ്കിലും വീട് വെക്കുന്നതിന് ഈ ലോൺ സ്കീം ഉപയോഗിച്ച് തടസ്സങ്ങളുണ്ടോ? അല്ല, ഇപ്പൊ നമുക്കൊരു ജോയിന്റ് ഫാമിലി സിസ്റ്റം ഉണ്ടല്ലോ. ഈ ജോയിന്റ് ഫാമിലി സിസ്റ്റത്തില് ഇപ്പോ ഒരു വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു മകന്റെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ വേറൊരു ഫാമിലി ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നേ ഉള്ളൂ. അവർക്ക് ഈ പദ്ധതിയിൽ വേറെ വീട് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പദ്ധതി പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഒരു ഫാമിലി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാര്യ, ഭർത്താവ്, വിവാഹിതരാവാത്ത കുട്ടികൾ എന്നുള്ളത് ഉദ്ദേശിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഹൗസിംഗ് സ്കീം ഉപയോഗിച്ച് ലോൺ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന 6 ലക്ഷം രൂപ വരെയാണ് സബ്സിഡി ആയിട്ട് എമൗണ്ട് വരുന്നത്. അതിന് മുകളിലാണ് നമുക്ക് ലോൺ എടുക്കേണ്ടത് എങ്കിൽ അതിന്റെ സോഴ്സ് എങ്ങനെയാണ്, ഇൻകം അതുപോലെയുള്ള എല്ലാ പ്രൊസീജിയറും സാധാരണ ഒരു ഹൗസിംഗ് ലോൺ പോലെ തന്നെയാണോ അപ്ലൈ ചെയ്യുന്നത്? അതെ, ഇത് പറഞ്ഞല്ലോ, ഇതൊരു ഹൗസിംഗ് ലോണിന്മേലുള്ള ഒരു സബ്സിഡിയാണ്. സാർ, നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്, നോക്കാം. ഹലോ ഹലോ ഹലോ, നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ്? സുധാകരൻ പേര്. ഓക്കെ, സംസാരിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ഞാന് ഒരു വീടിന്റെ ലോൺ എടുത്തിരുന്നു ഒരു ബാങ്കിൽ നിന്ന്. അപ്പൊ എനിക്ക് പിന്നെ ഈ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ഈ സബ്സിഡി കിട്ടാൻ സാധ്യതയില്ല. അതായത് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പദ്ധതി 17/6/2015 ലാണ് ഈ പരിപാടി തുടങ്ങുന്നത്. അപ്പോൾ അതിനുശേഷമാണ് നിങ്ങൾ ലോൺ എടുത്തിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് എലിജിബിലിറ്റിയിലോട്ട് വരാം. നിങ്ങൾ എന്നാ ലോൺ എടുത്തിരിക്കുന്നത്? ഞാൻ ഇപ്പൊ എടുത്ത് 2.5 വർഷം കഴിഞ്ഞു. അന്നേരം 15-ന് മുമ്പേ. അപ്പൊ 2015 മുമ്പല്ലേ? അതെ, 2.5 വർഷം കഴിഞ്ഞു. അതെ, ഇതിന്റെ ഒരു കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത് 17/6/2015 ആണ്. അന്നാണ് ഈ പദ്ധതി തുടങ്ങിയത്. അപ്പൊ അതിനുശേഷമുള്ള ഹൗസിംഗ് ലോൺ ഇപ്പോ വേറെ ആരെങ്കിലും ഈ ഡേറ്റിന് ശേഷം ഹൗസിംഗ് ലോൺ എടുത്ത് വീട് വെച്ച് പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും ഇതിന്റെ സബ്സിഡി ലഭ്യമാണ്. അപ്പൊ അതിന് മുമ്പേ ഉള്ളത് ലോൺ ഉള്ളതാണ് കിട്ടൂല. കിട്ടൂല. 2015 ശേഷമാണ് ലോൺ എടുത്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ സ്കീമിലോട്ട് മാറാം. ഇപ്പൊ 2015 ഈ കട്ട് ഓഫ് ഡേറ്റ് പറഞ്ഞല്ലോ, അതിനുശേഷം ലോൺ എടുത്ത് ഇപ്പൊ വീട് ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്കും ഇതിന്റെ ആനുകൂല്യം കിട്ടും. പിന്നെ പൂർത്തീകരിക്കാത്ത വീട്, ഇപ്പോ വീടിന്റെ തറ ഇട്ടിട്ടില്ല അല്ലെങ്കിൽ പൂർത്തീകരിക്കാൻ കഴിയാത്ത വീടുകൾ പൂർത്തീകരിക്കുന്നതിന് ലോണിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇതില്? അത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഭവനം എന്ന് പറയുന്നത് നമ്മൾ ഓൾ വെതർ ഹൗസ് എന്നാ പറയുന്നത്. എല്ലാ കാലാവസ്ഥയിലും. ഇപ്പോ ഒരു റൂഫില്ലാത്ത വീടാണ് എങ്കിൽ അതിന് റൂഫ് ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് റൂഫ് ഇടാൻ വേണ്ടി നമുക്കിത് കൊടുക്കാം. ഇപ്പൊ റൂഫും അടച്ചുറപ്പുള്ള ഒരു വീടാണ്. റൂഫുണ്ട്, വാതിലുകളുണ്ട്, അടച്ചുറപ്പുണ്ട്, പക്ഷെ വീട് പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല, ഇപ്പൊ ഫ്ലോറിംഗ് ഇല്ല എന്ന് പറഞ്ഞാല് അതിന് ഈ സബ്സിഡി ലഭ്യമാവില്ല. അത് ഒരു മെയിന്റനൻസ് അല്ലെങ്കിൽ റിപ്പയർ വർക്കിലെ അതിൽ ഉൾപ്പെടുന്നുള്ളൂ. അതിന് ഈ സബ്സിഡി സ്കീം പ്രകാരം ലോൺ, അതെ, ഹൗസിംഗ് ലോൺ എടുക്കാം, പക്ഷെ ഈ സബ്സിഡി ലഭ്യമാകില്ല. അതുപോലെ തന്നെയുള്ള മറ്റൊരു സ്കീമാണ് സാർ പറഞ്ഞത്, അഫോർഡബിൾ ഹൗസിംഗ് ത്രൂ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഏതെല്ലാം വിഭാഗങ്ങൾക്കാണ് അങ്ങനെ ഒരു ചോയ്സ് എടുക്കാൻ കഴിയുക? ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി എന്ന് പറയുന്ന പദ്ധതി ലോൺ എടുക്കാനും ലോൺ തിരിച്ചടയ്ക്കാനും കഴിവുള്ള വ്യക്തികൾക്കുള്ള ഒരു പദ്ധതിയാണ്. ബെനിഫിഷ്യറി ലെഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതി സ്വന്തമായി പേരിൽ സ്ഥലമുള്ള വ്യക്തികൾക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ്. അപ്പോ ഇത് രണ്ടും ഇല്ലാത്ത വ്യക്തികൾ, അതായത് സ്വന്തമായി നമുക്ക് സ്ഥലമില്ല എങ്കിൽ ലോൺ എടുക്കാനുള്ള കഴിവില്ല, ലോൺ തിരിച്ചടയ്ക്കാനുള്ള കഴിവില്ല, അങ്ങനെയുള്ള ഗുണഭോക്താക്കൾ, അങ്ങനെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് അഫോർഡബിൾ ഹൗസിംഗ് ഇൻ പാർട്ട്ണർഷിപ്പ്. ആ പദ്ധതി പ്രകാരം ഭവനങ്ങൾ നിർമ്മിക്കുകയും അത് ഈ ജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു
പദ്ധതിയാണത്. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണോ അത് നടപ്പിലാക്കുന്നത്? ഈ പ്രൈം മിനിസ്റ്റർ ആവാസ് യോജനയിൽ 4 പദ്ധതികൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അതില് ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീം എന്ന് പറയുന്ന ഭവന വായ്പാ പദ്ധതി ബാങ്കുകൾ മുഖേനയും അല്ലെങ്കിൽ ഹൗസിംഗ് ഫൈനാൻസ് കമ്പനികൾ മുഖേനയും ബാക്കി വരുന്ന 3 പദ്ധതികൾ സ്റ്റേറ്റ് ഗവൺമെന്റ് വഴിയുമാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇപ്പൊ സംസ്ഥാന സർക്കാർ ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടി കുടുംബശ്രീയുടെ കീഴിലുള്ള അർബൻ ഹൗസിംഗ് മിഷൻ നെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കൊരു കോളിലേക്ക് പോയിട്ട് വരാം. ഹലോ 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 ഹലോ, നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ ഗിരിജയാണ്. സംസാരിച്ചോളൂ സാറിനോട്. എന്താ സാറിനോട് ചോദിച്ചോളൂ. മാഡം, നമ്മള് 2 ലക്ഷം നമുക്ക് കോർപ്പറേഷന് 2 ലക്ഷം രൂപ കിട്ടിയായിരുന്നു വീട് വെക്കാനായിട്ട്. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അപ്പൊ അത് നമുക്ക് വീട് വാർത്തിട്ടിട്ടേ ഉള്ളൂ, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കുറെ രൂപയെല്ലാം കടം വാങ്ങിച്ചൊക്കെ വാർത്തിട്ട് പിന്നെ പണി ചെയ്യാൻ പറ്റാത്ത ആ കണ്ടീഷനിൽ കിടക്കുന്നു. അപ്പൊ നമ്മൾ എങ്ങനെ ലോണിനോ അല്ല അപേക്ഷിക്കേണ്ടത്? ഈ കോർപ്പറേഷനിൽ നിന്ന് ഏത് പദ്ധതിയിൽ പെടുത്തിയിട്ടാണ് നിങ്ങൾക്ക് ഈ പൈസ കിട്ടിയത് 2 ലക്ഷം രൂപ? ഹലോ ഹലോ, നമുക്ക് കോർപ്പറേഷൻ ജനകീയാസൂത്രണ വഴി ആണ് കിട്ടിയത്. ജനകീയാസൂത്രണ പദ്ധതിയിൽ നിന്ന് കിട്ടിയതാണ് അല്ലേ? 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപ കിട്ടിയതാണ്. അതെ. ആ പൈസ കൊണ്ട് നിങ്ങൾക്ക് വീട് തീർക്കാൻ പറ്റിയില്ല? അയ്യോ, ഇല്ല ഇല്ല. അന്ന് വീടിന്റെ എസ്റ്റിമേറ്റ് എത്രയായിരുന്നു? 600 സ്ക്വയർ ഫീറ്റ് എന്നാണ് അവര് പറഞ്ഞത്. അതിൽ നിന്ന് കുറച്ച് വെക്കാൻ പറഞ്ഞു, 590. ഏത് വർഷത്തിലാണ് നിങ്ങൾക്ക് ഈ വീട് 2 ലക്ഷം രൂപ അലോട്ട് ചെയ്തു തന്നത്? 2016 സാർ. 2016. ഓക്കെ. നമുക്ക് തന്നു തീർന്നില്ല, ഇനി 20,000 രൂപയും കൂടെ ഉണ്ട്. ഓക്കെ. അതായത് അപ്പോ നിങ്ങൾക്ക് ലോൺ എടുക്കാനോ തിരിച്ചടയ്ക്കാനുള്ള ഒരു എലിജിബിലിറ്റി ഉണ്ടോ? നിങ്ങൾ എന്താണ് ജോലി ചെയ്യുന്നത്? ഹലോ. ഹലോ. നമ്മള് ഇവിടെ ഒരു ഫ്ലാറ്റിലാണ് ജോലിക്ക് പോകുന്നത്. അവിടെ നിന്ന് 6,000 രൂപ ശമ്പളം ഉണ്ട്. പിന്നെ അതിലൊക്കെ ഉള്ളതല്ലേ ഉള്ളു. പിന്നെ ഭർത്താവിന് സെക്യൂരിറ്റി ആയിട്ട് പോണം. ഞങ്ങൾക്കൊരു ലോൺ കിട്ടിയ എങ്ങനെയും ലോണൊക്കെ അടച്ചു തീർത്തോളാം. പക്ഷെ ഞങ്ങളുടെ വീടൊന്നും ആയിട്ടില്ല. അവരിനി അത് പൂശി വാതിലൊക്കെ ഇട്ട് കൊടുത്താലേ നമുക്ക് TC ഇട്ട് തരുള്ളൂ. പക്ഷെ അതിനൊന്നും നമ്മളെ കൊണ്ട് നിവൃത്തിയില്ല. നിങ്ങൾക്ക് എന്തായാലും 6 ലക്ഷം രൂപ, ഇപ്പൊ 6,000 രൂപയല്ലേ നിങ്ങളുടെ മാസം വരുമാനം? 6 ചേട്ടന് 8 രൂപയുണ്ട്. എല്ലാം കൂടെ 10-13 രൂപ ശമ്പളം ഉണ്ട്. അപ്പോ സാധാരണ നിങ്ങള് 6,000 രൂപ മാസ വരുമാനമുള്ള ഒരാള് ബാങ്കിലോട്ട് പോകുമ്പോ അവര് ഒരു 1,500 രൂപ അല്ലെങ്കിൽ 2,000 രൂപയിൽ കൂടുതൽ EMI നിങ്ങളിൽ നിന്ന് വാങ്ങാൻ അവർക്ക് സാധിക്കില്ല. അപ്പൊ അതിനുള്ള ഒരു എലിജിബിൾ ആയിട്ടുള്ള ഒരു ലോൺ എമൗണ്ടേ കിട്ടുകയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഈ പദ്ധതിയിൽ നിന്ന് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഈ പദ്ധതിയിൽ പെടുത്തി നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഭവനം ലഭിച്ചതുകൊണ്ട് ഈ പദ്ധതിയിൽ സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിങ്ങളെ ബെനിഫിഷ്യറി ആക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് ലോൺ കിട്ടൂലേ സാർ? ലോൺ കിട്ടും, നിങ്ങൾക്ക് ഹൗസിംഗ് ലോൺ കിട്ടും. പക്ഷെ ഇതിന്റെ സബ്സിഡി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. സബ്സിഡി സ്കീമിലേക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് സാർ പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിന്റെ ഗുണഭോക്താവല്ലേ നിങ്ങള്? അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പദ്ധതിയിലെ ഇൻട്രസ്റ്റ് സബ്സിഡി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, വിളിച്ചതിന് നന്ദി സാർ. നമുക്കിനി ഒരു ബ്രേക്കിലേക്ക് പോവാം. ബ്രേക്കിന് ശേഷം സാമൂഹ്യ പാഠം തുടരും. ഹായ് എവരിവൺ, വെൽക്കം ടു ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. ആദ്യം തന്നെ മേക്ക് ഓവർ. Tell you what Zumba is, I'll tell you what exactly it means. Welcome to my kitchen. ബെല്ലി ഡാൻസ് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് എന്തോ ഈ ഡെസേർട്ട് സഫാരിയിലെ ഡാൻസ് ആണ് ഓർമ്മ വരുന്നത്. സോ ഞാൻ
ഞാൻ ഒലിവിയ സേര റൈജു. നമ്മളിവിടെ നിൽക്കുന്നത് മാർവാനീസ് കോമ്പൗണ്ടിലാണ്. സാമൂഹ്യ പാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. സർ, നമ്മുടെ നാട്ടിലെ വീടില്ലാത്തവർക്ക് അല്ലെങ്കിൽ ഇത്തരം ഉള്ള പദ്ധതികളെക്കുറിച്ച് അറിയാത്തവർക്ക് ഈ പദ്ധതിയിലേക്ക് വരാനും ഇതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാനും ഒക്കെ ആയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്? നമ്മുടെ കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് 93 നഗരപ്രദേശങ്ങളുണ്ട് കേരളത്തിൽ. അതിൽ 6 കോർപ്പറേഷനും 87 മുനിസിപ്പാലിറ്റികളും ഉണ്ട്. ഇപ്പോൾ ഈ എല്ലാ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളും ഇതിന്റെ ഇനീഷ്യൽ സർവേ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ആരെങ്കിലും ഇതിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പേര് ഇതിൽ ചേർക്കാവുന്നതേ ഉള്ളൂ. അതായത് ഈ സർവേ നടത്തിയപ്പോൾ ഇതിൽ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ലാത്തവർക്ക് വീണ്ടും ചേർക്കാവുന്നതേ ഉള്ളൂ. ഈ പദ്ധതി നേരത്തെ പറഞ്ഞല്ലോ, 2022 വരെ ഈ പദ്ധതി പ്രാബല്യത്തിലുണ്ട്. അപ്പോൾ ഈ 93 നഗരപ്രദേശങ്ങൾ സർവേ നടത്തിയിട്ട് 41 മുനിസിപ്പാലിറ്റികളിൽ ഇപ്പോൾ തന്നെ അതിന്റെ DPR, അതായത് അതിന്റെ പ്രൊജക്ട് ഉണ്ടാക്കുകയും ഒരു 22 മുനിസിപ്പാലിറ്റികളിലോട്ടുള്ള ഈ പദ്ധതി, ഭവന പദ്ധതി കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ബെനിഫിഷ്യറി ലെഡ് കൺസ്ട്രക്ഷൻ ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചെയ്യുന്ന പദ്ധതി. അതിൽ 22 മുനിസിപ്പാലിറ്റികളിൽ കൂടി ഉദ്ദേശം 13,500ഓളം വീടുകൾ ഓൾറെഡി സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രൊജക്ട് വേറെ 19 മുനിസിപ്പാലിറ്റികളിൽ കൂടെ അത് തയ്യാറായിട്ടുണ്ട്. അതും ഒരു 7,000 വീടുകളുടെ ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ 41 മുനിസിപ്പാലിറ്റികളിൽ 20,000ഓളം വീടുകൾക്കുള്ള അപ്രൂവൽ ഓൾറെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള പ്രോജക്ട്സും ബാക്കിയുള്ള അപ്രൂവലും ഈ മാർച്ച് 31 മുമ്പ് തന്നെ ചെയ്യാനാണ് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും 2 പേരുടെയും സബ്സിഡി എമൗണ്ട് അതിൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ലാത്തവർ എന്താണ് അടുത്ത് ചെയ്യേണ്ട കാര്യം? ഇതിന്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മളുടെ ഓരോ നഗരസഭയാണ് ഇതിന്റെ ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന്റെ ലിസ്റ്റ് ഉണ്ടാക്കുന്നതിന് ഒരു കുടുംബശ്രീയുമായിട്ടും അർബൻ ഹൗസിംഗ് മിഷനിലുമുള്ള മെമ്പേഴ്സിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവര് ഓരോ വാർഡുകളിലും വാർഡ് മെമ്പറുകളും അവിടുത്തെ ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ട് ഈ ലിസ്റ്റ് വീടില്ലാത്തവർക്ക് വേണ്ടി ഒരു ക്യാമ്പയിൻ നടത്തുകയും അതിൽ നിന്നുമാണ് ഇവർ ലിസ്റ്റ് ഉണ്ടാക്കി അത് ഈ നഗരസഭയുടെ കൗൺസിലിൽ വെച്ച് ആ ലിസ്റ്റ് അപ്രൂവൽ എടുത്തതിന് ശേഷമാണ് ഈ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഈ ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റാത്ത ജനങ്ങളുണ്ടെങ്കിൽ, യോഗ്യതയും വീടില്ലാത്തവരും ഈ പദ്ധതികളിൽ ഉൾപ്പെടാൻ യോഗ്യതയുള്ള ജനങ്ങളുണ്ടെങ്കിൽ അവർ തീർച്ചയായും അവരുടെ യഥാസ്ഥാനത്തുള്ള കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികളിൽ പോയി അവരുടെ കുടുംബശ്രീ ആണ് ഇതിന്റെ ഒരു നോഡൽ ഏജൻസി, സ്റ്റേറ്റ് ലെവൽ നോഡൽ ഏജൻസി, അവരുമായി ബന്ധപ്പെട്ട് അവർ പേര് ചേർക്കാവുന്നതാണ്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ സാർ, നമ്മൾ ഈ ലോൺ സ്കീമിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഹഡ്കോ നേരിട്ട് ലോൺ കൊടുക്കുന്നുണ്ടോ? ഈ ഹഡ്കോ ഒരു സെൻട്രൽ നോഡൽ ഏജൻസി ആണ് എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ഈ ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീം നടപ്പിലാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ 2 സെൻട്രൽ നോഡൽ ഏജൻസിയാണ് നിയമിച്ചിരിക്കുന്നത്. ഒന്ന് ഹഡ്കോ ആണ്, ഒന്ന് നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആണ്. ഇപ്പോൾ കേരളത്തിൽ ഒരു പ്രസൻസ് ഉള്ള ഒരു സെൻട്രൽ നോഡൽ ഏജൻസി ഹഡ്കോ ആണ്. അപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ ബാങ്കുകളും എല്ലാ ഹൗസിംഗ് ഫൈനാൻസ് കമ്പനികളും, അതായത് മൊത്തത്തിൽ ഇത് 201 ബാങ്കുകളും ഹൗസിംഗ് ഫൈനാൻസ് കമ്പനികളുണ്ട്. അതിൽ നമുക്ക് പബ്ലിക് സെക്ടർ ബാങ്ക്സ് വരും. പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, വിജയ ബാങ്ക്, കനറ ബാങ്ക്, പിന്നെ പ്രൈവറ്റ് ബാങ്ക്സ്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഫെഡറൽ ബാങ്ക്, പിന്നെ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്. ഇപ്പോൾ ഈ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ഹൗസിംഗ് ലോൺ എടുത്താലും ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതാണ്. ശരി.
എന്തായാലും ഇന്നത്തെ നമ്മുടെ സാമൂഹ്യ പാഠത്തിന്റെ സമയം ഇവിടെ കഴിയുകയാണ്. ഈ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ക്രെഡിറ്റ് ലിങ്ക് സബ്സിഡി സ്കീമിന്റെ കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മുടെ പ്രേക്ഷകരോട് ഇത്രയധികം വിവരങ്ങൾ പങ്കുവച്ചതിന് സാറിന് വളരെയധികം നന്ദി. ഇന്നത്തെ സാമൂഹ്യ പാഠം ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.